വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടർ ആട്ടോ അല്ലെങ്കിൽ നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് ഒരു മീൻമുട്ട ചിക്കിയത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ ഏകദേശം ഒരു 300 ഗ്രാം മീൻമുട്ട എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ദാ ഈ മീൻമുട്ടയൊക്കെ ഒന്ന് വെന്ത് വരാൻ തുടങ്ങുന്നുണ്ട്. ചെറുതായിട്ട് ഹാർഡായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് പാനിൽ വെച്ച് വേണമെങ്കിലും കുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ദാ നമ്മുടെ മീൻമുട്ടയൊക്കെ ഒരു പകുതിയൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ വലിയ ചങ്ക്സ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കിട്ടാനാണ് ഞാൻ ഇതുപോലെ ആദ്യം സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചിട്ടൊന്ന് എടുത്തത്. 8 ചുവന്നുള്ളി, 6 വെളുത്തുള്ളി അല്ലി, ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞത്, കുറച്ച് ഉപ്പ്, അതേപോലെ 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതുകൂടി നമുക്ക് ഈ ഒരു മീൻമുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു അരയ്ക്കുന്ന ഭാഗം എൻ്റെ കയ്യിൽ മിസ്സായി പോയതാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ബാക്കിയുള്ള വേവാനുള്ള മീൻമുട്ട കൂടി ഒന്ന് ചെറുതായിട്ട് വെന്ത് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് വലിയ ചങ്ക്സ് ആയിട്ട് വീണ്ടും ഇത് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വലിയ ചങ്ക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മീൻമുട്ട നന്നായിട്ട് വേകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മീൻമുട്ടയൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. കൂടുതൽ മൊരിയിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നല്ല ചൂടോടുകൂടി നല്ല സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ നല്ല ചൂട് കുത്തിരി ചോറിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യണേ.